സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇങ്ങോട്ട് വിളിച്ചാലും പോവില്ലേ കേട്ടാ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നാണ് നമ്മളെ 7 മന്തിലെ മെറ്റേണിറ്റി ഷൂട്ട്. പക്ഷെ നമുക്ക് 7 മാസം ആയിട്ടില്ല. 7 മാസം ആവുന്നതിന് മുമ്പേ മെറ്റേണിറ്റി ഷൂട്ട് സമയമുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, ഇതാണ് മൃദുലയുടെ ഡ്രസ്സ് സുഹൃത്തുക്കളെ. പക്ഷേ ഇതല്ലായിരുന്നു ഡ്രസ്സ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് സംഭവം. രാവിലെ ഇനി മൂഡ് കളയുന്നില്ല. അപ്പോൾ ഇത് എന്തായാലും മുമ്പേ ഞാൻ വാങ്ങിച്ചു കൊടുത്ത് നമ്മളൊരു സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ആയതുകൊണ്ട് നമുക്കിത് കിട്ടി. അഥവാ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേജായിരുന്നു. അപ്പോൾ ഇതാണ് മൃദുലയുടെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഞാനും വൈറ്റ്, മൃദുലയും വൈറ്റ്. അപ്പം നമ്മളത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഷൂട്ട് രംഗണ്ണനായോ എന്നൊരു സംശയം. അതെ, എണ്ണം കൂട്ടിട്ടായിരുന്ന മൊത്തത്തിൽ വൈറ്റ് വേണ്ട. അമ്മ എങ്ങനെയുണ്ട്? നമുക്ക് ഡ്രസ്സ് കിട്ടിയില്ല അമ്മ. ഇത് വേറെ കുഴപ്പമില്ല ഗൈസ്. ഇങ്ങനത്തെ ഓരോരുത്തരും നമുക്ക് പണിയിരുന്നില്ലേ, കുഴപ്പമില്ല. നമുക്ക് പോവാം അടുത്ത ഷൂട്ടിന് നമുക്ക് സെറ്റാക്കാൻ ഗൈസ്. എടിച്ച് വെച്ചോണ്ട് കുഴപ്പമില്ല. പക്ഷെ കൊള്ളാടി, എനിക്ക് ഇഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നും. പിന്നെ മൃദുല തന്നെയാണ് ഒരുങ്ങിയത്. സമാധാനത്തിന് വളരെ പ്രാവായി. വെള്ളയെ കിട്ടുന്ന കടൽ തീരത്തല്ല, റിസോർട്ടില. സൂപ്പർ കടലിന്റെ സൈഡിൽ കൂടെ ബീച്ചിന്റെ സൈഡിൽ നൈസാ. കൊക്ക തുറ ഫ്രൂട്ട്സൊക്കെ ആയപ്പോ ആ ഒരു ലുക്കൊക്കെ ഉണ്ട്. കൊള്ളാം. ഡ്രസ്സിന്റെ കൂടെ മാച്ച് ആവുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സിന്റെ മാച്ച് ആവുന്നുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് 7 മന്ത് മെറ്റേണിറ്റി ഷൂട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇനി അതിന് റെഡി ആവാൻ വേണ്ടി പോവാണ്. എൻ്റെ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഞാൻ ഒരുപാട് സ്കിൻ കെയറിന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആഗ്നയും പിമ്പിൾസൊക്കെ വരാനൊക്കെ നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ സ്കിൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം വലിയ ആഗ്നയോ പിമ്പിൾസോ ഒന്നുമില്ല. അപ്പോൾ അതിനെല്ലാം കാരണം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അതാണ് നിങ്ങളെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് കിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 3 പ്രോഡക്റ്റ്സ് ആണ് ഉള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷും, സെക്കൻഡ് വൺ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് പാക്കും, തേർഡ് വൺ വരുന്നത് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സെറോ ആണ് ഗൈസ്. അപ്പം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും അതുപോലെ ഡെഡ് സ്കിൻ സെൽസും പിന്നെ നമുക്ക് വരുന്ന സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും ഒക്കെയാണ് നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കാൻ വേണ്ടി കാരണമാകുന്നത് അല്ലേ. ഇതിലൊക്കെയും ഏറ്റവും വില്ലൻ എന്ന് പറയുന്ന ഡാർക്ക് സ്പോട്ട് തന്നെയല്ലേ. നമുക്കറിയാം ആഗ്നയൊക്കെ വന്നിട്ട് പോയാലും അതിൻ്റെ ആ ഒരു കറുത്ത പാട് എന്നെന്നും ചിലപ്പോൾ മാസങ്ങളോളോ വർഷങ്ങളോളോ നമ്മുടെ ഫേസിൽ നിൽക്കാം. അത് നമ്മുടെ ചുറ്റുമുള്ള സ്കിൻ പോർഷനേക്കാളും ഭയങ്കര ഡാർക്ക് ആയിരിക്കും അല്ലേ. ഇതിനൊക്കെ ലാസ്റ്റ് ആയിട്ട് വരുന്ന മെയിൻ വില്ലൻ എന്ന് പറയുന്ന ഹോർമോണൽ ചേഞ്ചസ് തന്നെ ആയിട്ടോ. നമുക്ക് പ്രഗ്നൻസിന്നും മെനോപോസിന്നും പിന്നെ ചില മെഡിക്കേഷൻസിന്നും ഒക്കെ വരുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും ഡാർക്ക് സ്പോട്ട് ഒക്കെ വരാം കേട്ടോ. ഇപ്പൊ ഈ സ്കിൻ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഈ ഒരു കിറ്റ് ഉപയോഗിച്ച് മാറ്റാം കേട്ടോ ഗൈസ്. ഇപ്പോൾ ഈ ഒരു 3 പ്രോഡക്റ്റ് മേഡ് ചെയ്തേക്കുന്നത് സൊരസ ടർമറിക് ഉപയോഗിച്ചാട്ടോ. അതുപോലെ തന്നെ ഇത് നേച്ചറിന്റെയും സയൻസിന്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനും ആണ് ഗൈസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ് ആട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ ജെന്റലി ആയിട്ട് മസാജ് ചെയ്യുക. ഇത് സോപ്പ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക് ഉണ്ടാട്ടോ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് പാക്ക് ആട്ടോ. ഇത് ഹസൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള പാക്കിനേക്കാളും മാസ്കിനേക്കാളും ഒക്കെ എന്തുകൊണ്ടും കൺവീനിയന്റ് ഈ ഒരു പാക്ക് ആട്ടോ. ഈ ഒരു ഫേസ് പാക്കിൽ അടങ്ങിയിരിക്കുന്നത് കോൾഡ് പ്രസ് ടർമറിക് എക്സ്ട്രാക്റ്റ് ആണ്. അത് നോ സ്റ്റെയിനിങ് ആട്ടോ. ഇത് നമുക്ക് വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാം. ലാസ്റ്റ് വരെ നമ്മുടെ ഈ ഒരു കിറ്റിലെ സ്റ്റാർ പ്രോഡക്റ്റ് ആയ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സെറോ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന 100x ടർമറിക് എക്സ്ട്രാക്ട്സും 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനാമിഡും ആണ്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടിനെയും പിഗ്മെന്റേഷനെയും ഒക്കെ റെഡ്യൂസ് ചെയ്ത് ഒരു നാച്ചുറൽ ഗ്ലോ നൽകാൻ സഹായിക്കുന്നു. നമ്മുടെ ഈ ഒരു കിറ്റിൽ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നമുക്കൊരു ജൂട്ട് ബാഗ് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഗൈസ്, ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റീസൈക്കിൾഡ് ആയിട്ടുള്ള പ്ലാന്റ് ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. കൂടാതെ ഈ പ്രോഡക്റ്റിന് ആമസോണിൽ എക്സൈറ്റിംഗ് ലോഞ്ച് ഓഫറായ 30% ഓഫ് ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളത് നേരെ വർക്കലേക്ക് വിടുവാണ്. വർക്കല നമ്മളൊരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മളെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ പോയിട്ട് വരേ, ടാറ്റാ ബൈ. കൊടുക്കാൻ അടയാളമുണ്ട്. സാധനം എടുത്തോ ഗൈസ്. അപ്പോൾ നമ്മളിത് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. ബ്രോ പേര് പറഞ്ഞോ? അശ്വൻ. നമ്മൾ അന്ന് ഒരു ദിവസം നമ്മൾ സേവ് ദ ഡേറ്റ് അല്ലല്ല സേവ് ദ ഡേറ്റിന്റെ ഒരു ഷൂട്ടിന് JCB ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോഗ്രാഫർ എന്തി അവിടെ ഉണ്ടല്ലേ.
അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളത് ഞാൻ ഷൂ വേണോ അതോ ഈ ചെരുപ്പ് മതിയോ? ചേപ്പ് വേണമല്ലോ. ഷൂ ഇടണമെന്നില്ല. തുടങ്ങല്ലേ കുറച്ചാ ഞാൻ പിടിക്കാം. ഇതാകുമ്പോൾ എടുത്ത് തിന്നെ. എങ്ങനെയുണ്ട് റിസോർട്ട്? എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് ബീച്ച് ഇറങ്ങാൻ പറ്റില്ല. ബീച്ച് ഇറങ്ങാൻ പറ്റില്ല. ബീച്ച് വ്യൂ കിട്ടാൻ ഇപ്പോൾ പൂളുണ്ട്. കറക്റ്റ് ബീച്ച് വ്യൂ കേട്ടോ. കിട്ടില്ല. അല്ലടി അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. വെയിറ്റ് ബീച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലടി സീരിയസ് ആയിട്ട് കൊള്ളാം. പിന്നെ ബീച്ച് സൈഡ് വരുമ്പോൾ എപ്പോഴും വൈറ്റ് ആണ് സൂപ്പർ ഗൈസ്. ബീച്ച് സൈഡിൽ ഫോട്ടോ എടുക്കാൻ ഈ കുറേ പേര് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. നമ്മളൊന്നും കഴിച്ചില്ല. ഇനി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം കഴിച്ച് നമുക്ക് വല്ലതും കഴിക്കാനായിട്ട്. പേര് പറഞ്ഞോ? ആകാശ്. സ്ഥലം വെമ്പായം. നിങ്ങൾ അടുത്തടുത്ത മഴയൊന്നും പെയ്യായിരുന്നു മതി ഗൈസ്. ഇന്ന് വൈകിട്ട് ഇപ്പോൾ എപ്പോഴും മഴയാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തു. കൊള്ളാമില്ലേ? കടല് കയറി കിടക്കുക. ഫോട്ടോ നോക്കട്ടോ മൃദുല. കോൺഫിഡന്റ് ആണ് ഡ്രസ്സിൽ. മൃദുലയുടെ മുടിയാണ്ട് ഇവിടുന്ന് വളർന്നു തുടങ്ങിയോണ്ട് മുടി അത്ര ഒതുങ്ങുന്നില്ല പഴയ പോലെ. ചവിട്ടിയായിരുന്നു അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. നമ്മള് ഫോട്ടോ എടുക്കുന്നവര് തരാമാർ ഇവിടെ കടപ്പുറത്ത് വന്നാരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഇച്ചിരി കഴിയോടെ നമ്മള് രാത്രി ഇന്നലെ ലേറ്റ് ആയിട്ടേ ഉറങ്ങാറുള്ളൂ. രണ്ടുപേരുടെ അവിടെ നിന്ന് ഒടുക്കത്തെ ഷൂട്ട് കേസ്. അതൊക്കെ പ്രവീണ് എക്സ്പ്രഷനൊക്കെ വാരി അങ്ങോട്ട് വിതറും. കണ്ടോളി. അവൻ്റെ ഫേവറേറ്റ് പോസാണ് കേസ് ഇത്. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. തൊട്ട് ഫ്രണ്ടിൽ ബീച്ചാണ് കേസ്. നല്ല ഹൈറ്റിലാണ് കേട്ടോ. ഓക്കെ ഇതൊക്കെ സിമ്പിൾ ടേക്ക് അല്ലേ? ഇതൊക്കെ ഒറ്റ ടേക്ക് എടുക്കണ്ട നീ. ഫോട്ടോയ്ക്ക് ഒരു ബ്രേക്ക് സുഹൃത്തുക്കളെ. നമ്മളിതേ ബീച്ചൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ രസമുണ്ടല്ലോ ഇവിടെ. അല്ല കാറ്റും ഉണ്ട്, വെയിലും ഇല്ല. ഈ സമയം നല്ല വെയിലാവണ്ടാണ്. പക്ഷെ ഇന്ന് രാവിലെ തൊട്ടൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ആണ്. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. നിന്റെ ഗബ്ബം കാണുന്നില്ല നല്ല കണക്ക്. പക്ഷെ ഇതിട്ടിപ്പോ വലുതായിട്ട് അറിയുന്നില്ല കേട്ടാ. യു റൊമാൻറ്റിക് ഹീറോ. കുഞ്ചാക്കോപുരം കഴിഞ്ഞ പിന്നെ പ്രവീണ. ഇപ്പൊ നോക്കിക്കോടെ പ്രവീൺ വരുന്നത്. സ്ലോ മോഷനിൽ കാണിച്ചു തരാം. ആ കള്ള ലുക്ക് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല. ആ കള്ളത്തരം ഒരു കള്ള ലക്ഷണം മുഖത്തുനിന്ന് മാറുന്നില്ല. റൊമാൻറ്റിക്കിലും കള്ളലക്ഷണം, ആറ്റിറ്റ്യൂഡിലും കള്ളലക്ഷണം. റൊമാൻറ്റിക്കിലും കള്ളലക്ഷണം, ആറ്റിറ്റ്യൂഡിലും കള്ളലക്ഷണം. ആ അങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്ക് ഇങ്ങോട്ട് വിളിച്ചാലും പോവില്ലേ കേട്ടാ. പോരുത് നീ പോവരുത്. നീ അങ്ങനെ നടന്നൊന്നും വന്ന പറഞ്ഞിടക്കുന്നതാണ്. വളരെ മോശമാണ്. പോവരുത്. ഒന്നും തോന്നില്ല. ഭയങ്കര മോശമാണ്. ഇനി പറയുന്നുണ്ടോ? ആക്ടിങ് എന്ന് പറയുന്ന ഒരു തപസ്സാണ്. അതൊരു കലയാണത്. ജന്മന കിട്ടേണ്ടതാണ്. നർമ്മ നേത്രങ്ങൾ കൊണ്ട് അഭിനയിക്കണം. പെണ്ണെ നീ ഇരുട്ടത്തൊന്നും ചെന്ന് ഈ ഡ്രസ് വിട്ട് നിക്കല്ലേട്ടാ. പേടിക്കും സത്യമായിട്ട്. ഇല്ലടാ ഒരുമാതിരി ഏതാ കാറ്റൂടെ അടിക്കുമ്പോ അത് തന്നെ കറക്റ്റ്. അയ്യോടാ ആ ലുക്കൂടെ ഇട്ടടാ. ലുക്കിട്ടാണ്
കഴിഞ്ഞു. അപ്പം ബ്രോ എത്രയും പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എല്ലാം അഴിച്ച് നമുക്ക് തകർക്കണം. അപ്പൊ ഇനി അത് അടുത്ത പരിപാടി എന്താ? ഇനി വേറെ വർക്കുണ്ടോ? വർക്കുണ്ട്. അപ്പൊ ശരി, നടക്കട്ടെ. അപ്പൊ നമ്മൾ ഇറങ്ങുക. അപ്പൊ ഓക്കെ, ഇനി കാണാം. ഓക്കെ. കൊച്ചു പോസ്റ്റ് അടിച്ചാ? പിന്നെ നിങ്ങൾ പോസ്റ്റ് അടിച്ചാ? ഇതിനപ്പുറം. അപ്പൊ ഓക്കെ, നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാട്ടോ ഇന്ന് ഇതിലെ എൻ്റെ പൊന്നെ രാവിലെ. കാരണം വൈകിട്ട് ഇപ്പോൾ ഒന്നും മഴയല്ലേ, അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് ഇത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പോയിട്ട് വന്നപ്പോൾ കഴിഞ്ഞാൽ മഴ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇവിടുത്തെ റിസോർട്ട് ഇഷ്ടപ്പെട്ട്. കറക്റ്റ് നല്ലതായിട്ടൊരു റിസോർട്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അവരെയും കൂടി വിളിച്ചു കേട്ടോ. അവരും കൊണ്ട് നമുക്ക് നേരെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. ഇന്ന് വൈകിട്ട് സിനിമ കാണാൻ പോകാനുണ്ട്. കുറേ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഏത് പടം കാണണമെന്നാണ് കൺഫ്യൂസ്. എന്തായാലും എല്ലാം കാണണം, ഇറങ്ങിയ പടം എല്ലാം കാണണം. കുറേ ദിവസമായി സിനിമയെ കണ്ടിട്ട്. അവരവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു. നമ്മുടെ ബീച്ചപ്പം ബീഫും അങ്ങനെയുണ്ട്. വേണ്ടോ? കൊച്ചു വെള്ളമാണോ? എരിയുണ്ടല്ലേ? ഇപ്പോൾ നമ്മളിത് നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിന്ന് റെസ്റ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നുണക്കുഴി എന്ന് പറയുന്നതാണ് ബേസിൽ ജോസഫിന്റെ. നാളെ വാഴ പോയി കാണാം. നമ്മളെ ഹാഷിറൊക്കെ ഉണ്ടായിരുന്നത്. ഹാഷിർ എല്ലാം ക്രിയേറ്റേഴ്സാണ്, കൂടുതൽ ക്രിയേറ്റേഴ്സാണ് ഉള്ളത്. അപ്പം ആ പടം പോയെന്ന് കാണണം കേട്ടോ. അതിലെനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട് ആ പടത്തേക്ക്. എനിക്ക് ഹാഷിറിന്റെ ഒക്കെ ഒരു ആക്ടിങ് എങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വിക്രമിന്റെ സിനിമയുണ്ട്. അതിന്റെ പേരെന്ത് വരുന്നത്? തങ്കലാൻ. മൃദുല ബാക്കിയിരുന്ന് നേരെ തിയേറ്ററിലോട്ടെ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സിനിമയും കണ്ട് വന്നു. സിനിമയും കണ്ടായിരുന്നു. സിനിമ കൊള്ളായിരുന്നല്ലേ? കുഴപ്പമില്ലായിരുന്നു. ഫൺ മൂവിയാണ്, കുഴപ്പമില്ല. എനിക്ക് മറ്റേ നമ്മളെ കുറെ ഇഷ്ടപ്പെട്ട്. പിന്നെ ബേസിന്റെ ആക്ടർ ആയിക്കോട്ടെ. പിന്നെ കുറച്ച് ചില സ്ഥലത്തൊക്കെ എനിക്ക് അത്യാവശ്യം ലാഗ് അടിച്ചായിരുന്നു. അത് കറക്റ്റ് പറഞ്ഞാലേ നമ്മള് പഴയ നമ്മുടെ കുറച്ച് മൂവി കാണൂലേ, ഒരു പ്രശ്നത്തെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ടിൽ പ്രശ്നമാവുന്നേ, പ്രശ്നവും കോമഡി മൂവി, അങ്ങനത്തെ ഒരു പഴയ ടച്ച് ഉള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു. അല്ല, 6 ജോണറുള്ള മൂവിയൊന്നും ഇപ്പൊ അങ്ങനെ ഇറങ്ങുന്നില്ല ആക്ച്വലി. അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ അങ്ങനൊന്നുമില്ല, ഒരു കോമഡി പടമാണ്. കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മള് നുണക്കുഴി കേട്ടോ കണ്ട, മൊത്തം നുണയാണ് പടം. അതുകൊണ്ടാണ് നുണക്കുഴി നിട്ടേന്ന് തോന്നുന്നു. ഫുൾ കള്ളത്തരം കൊണ്ടൊരു കട. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് അത്യാവശ്യം ലാഗുണ്ട് അല്ലേ? പിന്നെ ഇതിനകത്ത് സെക്കൻഡ് പാർട്ട് അതൊന്നുമില്ല. സെക്കൻഡ് പാർട്ടിനൊന്നുമില്ല. മേ ബി കണ്ടിന്യൂ സെക്കൻഡ് പാർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി നാളെ കഴിഞ്ഞിട്ട് വാഴയൊക്കെ പോയി കാണുന്നത്. നമ്മുടെ ഷൂട്ടൊക്കെ ആകെ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഷൂട്ട് സൂപ്പർ ആയിരുന്നു. പിന്നെ നമുക്ക് ആകെപ്പാടെ പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് ആകെ മൃദുല ഇന്ന് രാവിലെ തന്നെ ഡള്ളായിരുന്നു. പിന്നെ നമ്മളെ നല്ലൊരു ദിവസമായിട്ട് പിന്നെ അതിനെ പറ്റി ഒന്ന് പറയാം. ആദ്യമേ നമ്മള് പിന്നെ പറയാം. മൃദുലയ്ക്ക് ഒരു വിഷമം ഉണ്ടാണ്. കാരണം എത്രയായാലും നമുക്കറിയാലോ, ഒരു ഡ്രസ്സ് നമുക്ക് എന്ന് വെച്ചാൽ ഒരു വഴിക്കൊക്കെ പോകുമ്പോ അവർക്ക് ഷൂട്ടൊക്കെ അല്ലേ കേസ് പ്രഗ്നൻസി. ഒന്നാമത് ഞാൻ അങ്ങനെ ഷൂട്ടൊന്നും ചെയ്യാറില്ല. ആകെ ചെയ്തത് എന്തുവാ, സേവ് ദ ഡേറ്റ്, വെഡിങ്, ഹൽദി, അങ്ങനത്തെ ഒക്കെ ഉള്ളു. അല്ലാതെ ഞാൻ ഷൂട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഇത് പ്രഗ്നൻസിയുടെ ഈ ഷൂട്ടൊക്കെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ നല്ലപോലെ. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഏട്ടൻ വാങ്ങിട്ട് തന്നെ ഡ്രസ്സ്, പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലേ, നമുക്ക് പേര് പറയുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം ആരോടും ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ ഗൈസ്. സീരിയസ്ലി ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, അവരുടെ മെയിൻ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഡേ തന്നെ ആ ഒരു ഡ്രസ്സിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്ന അറിയത്തില്ല. ചിലപ്പോൾ ബോയ്സിനാണെങ്കിൽ നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഡ്രസ്സ് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും എടുത്താൽ മതി. ഏട്ടൻ വാങ്ങി ഷർട്ട് അതേ കളർ കിട്ടി. ഞാൻ പിന്നെ ആലോചിക്കും, ഇപ്പൊ ഇതൊരു കല്യാണ വർക്കോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ വർക്കോ കാര്യങ്ങളാണ്, ഇതുപോലെ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ കല്യാണ പെണ്ണ് ബ്ലൗസ് സാരി മാറ്റാൻ പറ്റുമോ, അല്ലെ കല്യാണം മാറ്റാൻ പറ്റുമോ? നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തിരിക്കുക. നിങ്ങൾക്കെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധമൊക്കെ പറ്റാതിരിക്കട്ടെ. നിങ്ങൾ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യാനോ കല്യാണത്തിന് എവിടെയെങ്കിലുമൊക്കെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഇടങ്ങളിലൊക്കെ കൊടുക്കുക. ഇതുപോലുള്ളിടത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു മെസ്സേജ് അയച്ചാൽ പോലും റെസ്പോണ്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ അടുത്ത് പോലും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന നല്ല പാർട്ടീസിൻ്റെ കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ ഫോളോവേഴ്സ് വെച്ച് ജഡ്ജ് ചെയ്യല്. ചിലപ്പോൾ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ആണ് എന്നാൽ വെച്ചാൽ അവർ നല്ല ഡിസൈൻസ് ഒന്നും പറഞ്ഞ് വിചാരിക്കരുത്. അതിന് ഫോളോവേഴ്സ് താന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേജുകളുണ്ട്. അതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊന്നും വീഡിയോയിൽ പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. അത് ഞാൻ ഇന്നലെ ശരി, ഞാൻ ഇന്നലെ വീഡിയോ എടുത്തെങ്കിൽ പോലെ നമുക്ക് അല്ലെങ്കിൽ വേണ്ട ഇത് വിട്ടേക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇന്ന് രാവിലെ മൃദുല മെസ്സേജ് അവർ പറഞ്ഞ് ലേറ്റ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ വരാമെന്നിങ്ങനെ ഉള്ളൊരു പാതിരാത്രി തന്നെ മെസ്സേജ് അയച്ചു.
അപ്പം മൃദുല പറഞ്ഞു, അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഷൂട്ട് കുറച്ച് ലേറ്റ് ആണ്, 1 മണിക്കൂർ ഡിലേ ആണ്, നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന്. അപ്പോഴവർ പറയുന്നത് നോക്കട്ടെ, ഞാൻ വിളിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നിട്ട് ചോദിച്ചു 11 മണിക്കെങ്കിലും വരാൻ പറ്റുമോ? അപ്പോഴും നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എപ്പോ പറ്റും? ഞാൻ അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്നാ പിന്നെ എപ്പോ പറ്റും? അത് ഇപ്പം ആള് വന്നതേ ഉള്ളൂ, അതായത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അവര്. അവർക്ക് അതാണ് ഒരു എനിക്ക് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും. നമ്മളെ കല്യാണം, നമ്മളെ ഹൽദി കല്യാണം എല്ലാത്തിനും നമ്മളൊക്കെ പറഞ്ഞ ടൈമില് അത് നമ്മൾ ഹൽദിയൊക്കെ ഡിസൈൻ ചെയ്ത ചേച്ചിയൊക്കെ നമ്മളെ ഹൽദിക്കൊക്കെ വന്നായിരുന്നു. അത്രയ്ക്ക് നമ്മള് നല്ല നമുക്ക് അബദ്ധം പറ്റിപ്പോയത്. അത് എനിക്കറിയത്തില്ലായിരുന്നു, മൃദുലയായിട്ടാണ് കൊടുത്തത്, എനിക്കറിയത്തില്ലായിരുന്നു അവരെ. കുഴപ്പമില്ല കാര്യം, നമ്മളെ മെറ്റേണിറ്റി ഷൂട്ട് ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ നമ്മളിനി തിരിച്ചു വരും കേസ്, ഒരു ഷൂട്ടും കൂടി. ഇതൊന്ന് സ്റ്റാർട്ടിങ് ഇത് ഇങ്ങനെ ആയിപ്പോയില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. സീനില്ല കൈസ്, നമ്മള് വൈബായിട്ട് തിരിച്ച്. ചിലർക്ക് വിചാരിക്കും ഇത് ഡ്രസ്സിന്റെ പേരിൽ അവന്മാർ എന്തിനായി കിടന്ന് ഇത്ര ഷോ കാണിക്കുന്നത്. ഡ്രസ്സിന്റെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. കാരണം ഒരു കല്യാണം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, നാളെ ഒരു കല്യാണമാണ്, നമ്മുടെ ഒരു കല്യാണ പാർട്ടിയാണ്, എങ്കിലാണ് അവരിങ്ങനെ ചെയ്തെങ്കിലോ. ഇവരെ കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ പറഞ്ഞായിരുന്നു ഇവരുടെ ഇങ്ങനത്തെ ലാസ്റ്റ് നിമിഷമാണ് അവരെല്ലാം സെറ്റ് ചെയ്യുന്നത്. പക്ഷെ എല്ലാ പ്രാവശ്യം അങ്ങനെ സെറ്റ് ആവണമെന്നില്ലല്ലോ, ഇപ്പൊ നമുക്ക് സെറ്റ് ആയില്ല. അതെ അതെ, ഇങ്ങനെ എത്ര വട്ടം പറ്റാം. അതുകൊണ്ട് ഇതുപോലെ എവിടെയൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും ചിലപ്പോ. ആ മൃദുല രാവിലത്തെ ഒരു ചെറിയ ഒരു ഡൾനെസ്, ഒരു ഡ്രസ്സ് ഇട്ടപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു. അവള് വിചാരിച്ച ഡ്രസ്സ് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. പിന്നെ നമ്മളതങ്ങ് ഓണായി, ബാലൻസ് ചെയ്ത് പോയി അല്ലേ. ഞാനും അതേ കളർ ഷർട്ടൊക്കെ എടുത്തത് താഴെ എന്ത് ചെയ്യാനാന്ന് പറയണേ. അപ്പൊ എന്തായാലും ഹാപ്പിയാണ്. നമ്മളിനി ഒരു ഷൂട്ടും കൂടി മാക്സിമം ട്രൈ ചെയ്ത് നമ്മൾ ഒന്നുകൂടി ചെയ്യാൻ നോക്കാം. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മാക്സിമം നിങ്ങൾ 2-3 ദിവസം മുന്നേ ഡ്രസ്സൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. വീഡിയോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല. പിന്നെ ഷൂട്ടൊക്കെ ഓക്കെ ആയിരുന്നു, സെറ്റ് ആയിരുന്നു. പിന്നെ ഡ്രസ്സിന്റെ ചെറിയൊരു സീൻ മാത്രമേ ഉള്ളായിരുന്നു. എന്നാലും നമ്മളത് കവർ ചെയ്ത് കുഴപ്പമില്ലായിരുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പൊ ഹോപ്പ് ഗായ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.